കേരളത്തിന്റെ അതിർത്തി. പടിഞ്ഞാറ് മാഹി അറബിക്കടൽ, കിഴക്ക് പശ്ചിമഘട്ടം, തെക്കുകിഴക്കു തമിഴ്നാട്, വടക്ക് കർണാടക. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട്. കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകൾ വയനാട്, കണ്ണൂർ, കാസർഗോഡ്. മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകൾ ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്. തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല വയനാട്. താലൂക്ക് സുൽത്താൻ ബത്തേരി. ഗ്രാമപഞ്ചായത്ത് നൂൽപ്പുഴ. ഗ്രാമം മുത്തങ്ങ. കേരളത്തിൽ പൂർണ്ണമായും കരയാൽ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്ന 5 ജില്ലകൾ വയനാട്, പാലക്കാട്, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട. ഏറ്റവും വടക്കേ അറ്റത്തുള്ള ജില്ല കാസർഗോഡ്. ഏറ്റവും തെക്കേ അറ്റത്തുള്ള ജില്ല തിരുവനന്തപുരം. കേരളത്തിന്റെ തെക്കു വടക്ക് ദൂരം 560. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഒരു ഭാഗം മാഹി, പുതുച്ചേരി. മാഹിയുടെ 3 വശത്ത് കണ്ണൂർ ജില്ലയും ഒരു വശത്ത് കോഴിക്കോട് ജില്ലയും ചുറ്റപ്പെട്ട് കിടക്കുന്നു. സമുദ്രാതിർത്തിയില്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതും കേരളത്തിലെ ജില്ലകളാൽ മാത്രം ചുറ്റപ്പെട്ടതുമായ ജില്ല കോട്ടയം. കേരളത്തിലെ ആകെ കടൽത്തീരത്തിന്റെ ദൈർഘ്യം 590. കേരള ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് പ്രകാരം 590. കടൽത്തീരം കൂടുതലുള്ള ജില്ല കണ്ണൂർ. കടൽത്തീരം കുറവുള്ള ജില്ല കൊല്ലം. കടൽത്തീരമുള്ളതിൽ വലിയ ജില്ല മലപ്പുറം. കടൽത്തീരമുള്ള ജില്ലകൾ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. കൂടുതൽ കടൽത്തീരമുള്ള താലൂക്ക് ചേർത്തല. കേരളത്തിൽ കടൽത്തീരം ഇല്ലാത്ത ഏക കോർപ്പറേഷൻ തൃശൂർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴുപ്പിലങ്ങാട് കണ്ണൂർ. കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ച് മുഴുപ്പിലങ്ങാട് കണ്ണൂർ. കേരളത്തിലെ തീരപ്രദേശമുള്ള ജില്ലകളുടെ എണ്ണം 9. തീരപ്രദേശം ഇല്ലാത്ത ജില്ലകളുടെ എണ്ണം 5. ഇടുക്കി, പത്തനംതിട്ട, പാലക്കാട്, വയനാട്, കോട്ടയം. കേരളം സംസ്ഥാനം നിലവിൽ വരുന്നതിനു മുൻപ് ഉണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങൾ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ. കേരള സംസ്ഥാനം നിലവിൽ വന്നത് 1956 നവംബർ 1. കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ജില്ലകളുടെ എണ്ണം 5. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശൂർ, മലബാർ. കേരള സംസ്ഥാനത്ത് നിലവിലുള്ള ജില്ലകളുടെ എണ്ണം 14. കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരം. കേരളത്തിന്റെ വിസ്തീർണം 38,863 ചതുരശ്ര km. അയൽ സംസ്ഥാനങ്ങൾ കർണാടക, തമിഴ്നാട്. ഇന്ത്യൻ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കേരളം? 1.18%. വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം 21. ഏറ്റവും വടക്കേ അറ്റത്തുള്ള ജില്ല കാസർഗോഡ്. ഏറ്റവും തെക്കേ അറ്റത്തുള്ള ജില്ല തിരുവനന്തപുരം. ഹൈക്കോടതി ആസ്ഥാനം എറണാകുളം. ജില്ലാ പഞ്ചായത്ത് 14. ബ്ലോക്ക് പഞ്ചായത്ത് 152. ഗ്രാമപഞ്ചായത്ത് 941. കോർപ്പറേഷനുകൾ 6. മുനിസിപ്പാലിറ്റികൾ നഗരസഭകൾ 87. താലൂക്കുകൾ 78. 78 മത് അട്ടപ്പാടി. റവന്യൂ ഡിവിഷനുകൾ 27. റവന്യൂ വില്ലേജുകളുടെ എണ്ണം 1666. നിയമസഭ മണ്ഡലങ്ങൾ 140. നിയമസഭ അംഗങ്ങൾ 140. സംസ്ഥാന നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ 104 ഭരണഘടന ഭേദഗതി പ്രകാരം റദ്ദാക്കി. കേരള നിയമസഭയിലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം 14. കേരള നിയമസഭയിലെ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം 2. സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയും. ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം 20. ലോകസഭാ സംവരണ മണ്ഡലങ്ങൾ 2. ആലത്തൂർ, മാവേലിക്കര. രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 9. കേരളത്തിലെ ആദ്യത്തെ വനം ഡിവിഷൻ കോന്നി. കേരളത്തിലെ ഏറ്റവും വലിയ വനം ഡിവിഷൻ റാന്നി. കേരളത്തിൽ കടലുമായി ബന്ധമുള്ള കായലുകളുടെ എണ്ണം 27. കേരളത്തിലെ ഉൾനാടൻ കായലുകൾ 7. കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം 44. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 3. കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 41. കേരളത്തിലെ ഒരേ ഒരു കന്റോൺമെന്റ് കണ്ണൂർ. കേരളത്തിലെ സ്ത്രീപുരുഷ അനുപാതം 1084/1000.
കുട്ടികളുടെ ലിംഗാനുപാതം 964/1000, 2011 സെൻസസ് പ്രകാരം. സ്ത്രീപുരുഷാനുപാതം കൂടിയ ജില്ല കണ്ണൂർ, 1136/1000, 1133/1000 ഔദ്യോഗിക രേഖകളിൽ പരാമർശിക്കുന്നുണ്ട്. സ്ത്രീപുരുഷാനുപാതം കുറഞ്ഞ ജില്ല ഇടുക്കി, 1006/1000. ഏറ്റവും കൂടുതൽ താലൂക്കുകളുള്ള ജില്ലകൾ എറണാകുളം, മലപ്പുറം, തൃശൂർ 7 വീതം. കുറവ് താലൂക്കുകളുള്ള ജില്ല വയനാട് 3. കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറം 94. കുറവ് ഗ്രാമപഞ്ചായത്തുള്ള ജില്ല വയനാട് 23. ഏറ്റവും കൂടുതൽ നഗരസഭകളുള്ള ജില്ല എറണാകുളം 13. ഏറ്റവും കുറവ് നഗരസഭകളുള്ള ജില്ല ഇടുക്കി 2. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല തൃശൂർ 16. ഏറ്റവും കുറവ് ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല വയനാട് 4. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം 13. ജനസാന്ദ്രതയിൽ കേരളത്തിന്റെ സ്ഥാനം 3. 1 ബീഹാർ 2 പശ്ചിമബംഗാൾ 3. കേരളം. കേരളത്തിന്റെ ജനസാന്ദ്രത 859 സ്ക്വയർ km. ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരം. ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കി. ജനസംഖ്യ ഏറ്റവും കൂടിയ ജില്ല മലപ്പുറം. ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ജില്ല വയനാട്. ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരം. ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കി. ജനസംഖ്യ വളർച്ചനിരക്ക് ഏറ്റവും കൂടിയ ജില്ല മലപ്പുറം. ജനസംഖ്യ വളർച്ചനിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല പത്തനംതിട്ട. ഇന്ത്യയിലെ ജനസംഖ്യയുടെ 2.76% ആണ് കേരളത്തിലെ ജനസംഖ്യ. ജനസംഖ്യ കൂടിയ താലൂക്ക് കോഴിക്കോട്. ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് മല്ലപ്പള്ളി. കേരളത്തിന്റെ ജനസംഖ്യ വളർച്ചനിരക്ക് 4.91. നഗരവാസികൾ കൂടുതലുള്ള ജില്ല എറണാകുളം. നഗരവാസികൾ കുറവുള്ള ജില്ല വയനാട്. ഏറ്റവും ജനസംഖ്യ കൂടിയ കോർപ്പറേഷൻ തിരുവനന്തപുരം. ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ കോർപ്പറേഷൻ തൃശൂർ. ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ മുനിസിപ്പാലിറ്റി ഗുരുവായൂർ. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ പട്ടികജാതിക്കാരുടെ ജനസംഖ്യ 9.1%. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ പട്ടികവർഗക്കാരുടെ ജനസംഖ്യ 1.5%. സാക്ഷരതയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം കേരളം. കേരളത്തിന്റെ സാക്ഷരതാനിരക്ക് 93.91%, 94%. 2023 റവന്യൂ ഗൈഡ് പ്രകാരം 90.92. സ്ത്രീ സാക്ഷരതാനിരക്ക് 92.07%. പുരുഷ സാക്ഷരതാനിരക്ക് 96.1%. സാക്ഷരത കൂടിയ ജില്ല പത്തനംതിട്ട. സാക്ഷരത കുറഞ്ഞ ജില്ല പാലക്കാട്. സാക്ഷരതാ നിരക്ക് കൂടിയ ജില്ല കോട്ടയം. സാക്ഷരതാ നിരക്ക് കുറഞ്ഞ ജില്ല വയനാട്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ നിയമ സാക്ഷരതാ നഗരം ചങ്ങനാശ്ശേരി. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ നിയമ സാക്ഷരത വ്യവഹാര വിമുക്ത പഞ്ചായത്ത് ചെറിയനാട് ആലപ്പുഴ. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ല കണ്ണൂർ. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ മുനിസിപ്പാലിറ്റി പയ്യന്നൂർ. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് നിലമ്പൂർ. 100% സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്ത് കരിവെള്ളൂർ കണ്ണൂർ. ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ പട്ടണം കോട്ടയം. ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ മുനിസിപ്പാലിറ്റി കോട്ടയം. ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ജില്ല എറണാകുളം. സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം. കേരളത്തിലെ ആദ്യ സാമ്പത്തിക സാക്ഷരത പഞ്ചായത്ത് മങ്കര പാലക്കാട്. കേരളത്തിലെ ആദ്യ ആരോഗ്യ സാക്ഷരതാ ഗ്രാമം മുല്ലക്കര. കേരളത്തിൽ നിയമ സാക്ഷരത നേടിയ ആദ്യ വില്ലേജ് ഒല്ലൂക്കര തൃശൂർ. കേരളത്തിൽ ഏറ്റവും സാക്ഷരത കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് പടവയൽ. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഇംഗ്ലീഷ് സാക്ഷരത പഞ്ചായത്താകുന്നത് മാവൂർ കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടന സാക്ഷരത ജില്ല കൊല്ലം. ഏറ്റവും വലിയ ജില്ല ഇടുക്കി. ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. ഏറ്റവും വലിയ നദി പെരിയാർ 244 കി. മീ. ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ 16 കി. മീ. ഏറ്റവും വലിയ വന്യജീവിസങ്കേതം പെരിയാർ ഇടുക്കി. ഏറ്റവും ചെറിയ വന്യജീവിസങ്കേതം മംഗളവനം എറണാകുളം. ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളം.
ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല. ഏറ്റവും വലിയ പക്ഷി സങ്കേതം തട്ടേക്കാട്. ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം മംഗളവനം, എറണാകുളം. ഏറ്റവും വലിയ വനം ഡിവിഷൻ റാന്നി. ഏറ്റവും ചെറിയ വനം ഡിവിഷൻ ആറളം. ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി, 2695 മീറ്റർ. ഏറ്റവും വലിയ റെയിൽവേ ജംഗ്ഷൻ ഷൊർണൂർ. ഏറ്റവും വലിയ നിയോജകമണ്ഡലം ഉടുമ്പൻചോല. ഏറ്റവും ചെറിയ നിയോജകമണ്ഡലം മഞ്ചേശ്വരം. ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട. കേരളത്തിലെ ഏറ്റവും വലിയ ഡാം മലമ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി വയനാട് പീഠഭൂമി. കേരളത്തിലെ ഏറ്റവും ചെറിയ ജലവൈദ്യുത പദ്ധതി മാട്ടുപ്പെട്ടി, ഇടുക്കി. ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ഡാം. ഏറ്റവും വലിയ താലൂക്ക് ഏറനാട്, മലപ്പുറം. ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂർ, കൊല്ലം. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറം. ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്ത് കുമളി, ഇടുക്കി. ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് വളപട്ടണം, കണ്ണൂർ. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം അതിരപ്പിള്ളി, തൃശൂരിലെ ചാലക്കുടിപ്പുഴയിൽ. ഏറ്റവും കൂടുതൽ വാഹന രജിസ്ട്രേഷൻ നടക്കുന്ന ജില്ല എറണാകുളം. ഏറ്റവും കുറവ് വാഹന രജിസ്ട്രേഷൻ നടക്കുന്ന ജില്ല വയനാട്. ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ ഉള്ള ജില്ല ഇടുക്കി. ഏറ്റവും വലിയ മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരം. ഏറ്റവും വലിയ കോട്ട ബേക്കൽ കോട്ട. ഏറ്റവും നീളം കൂടിയ റെയിൽവേ പാത വല്ലാർപാടം റെയിൽവേ ലിങ്ക്. ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാരുള്ള ജില്ല പാലക്കാട്. ഏറ്റവും കുറവ് പട്ടികജാതിക്കാരുള്ള ജില്ല വയനാട്. ഏറ്റവും കൂടുതൽ പട്ടികവർഗക്കാരുള്ള ജില്ല വയനാട്. ഏറ്റവും കുറവ് പട്ടികവർഗക്കാരുള്ള ജില്ല ആലപ്പുഴ. തൊഴിൽരഹിതർ ഏറ്റവും കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം. തൊഴിൽരഹിതർ ഏറ്റവും കുറവുള്ള ജില്ല വയനാട്. ഹിന്ദുക്കൾ കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം. മുസ്ലിങ്ങൾ കൂടുതലുള്ള ജില്ല മലപ്പുറം. ക്രിസ്ത്യാനികൾ കൂടുതലുള്ള ജില്ല എറണാകുളം. ഈ വീഡിയോ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.